കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. നാളെയല്ലേ കല്യാണത്തിന് മുഹൂർത്തം കുറിച്ചിരിക്കുന്നെ? നാളെ രാവിലെ ഞാൻ വരും. ഈ വിവാഹത്തിന് വേണ്ടിയുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തിരിക്കണം. ഞാൻ വരുന്നത് വരെ നിങ്ങൾക്ക് ഇവിടം വിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കില്ല. അയ്യോ ചേട്ടാ, അമ്മേ നാഗദേവതേ, എന്നെ കൊച്ചുമോനെ രക്ഷിക്കാന്ന് പറഞ്ഞിട്ട് അവനെ രക്ഷിക്കാതെ അങ്ങിപ്പോ എവിടെയാണുള്ളത്? നീയാണ് ഞങ്ങൾക്കെല്ലാം. നീ ഒന്ന് വന്ന് ഞങ്ങളെ രക്ഷിക്കമ്മേ, ഞങ്ങളെ രക്ഷിക്ക്, ഞങ്ങളെ രക്ഷിക്ക്, ഞങ്ങളെ രക്ഷിക്കമ്മേ. നടന്നു കഴിഞ്ഞതും നടന്നുകൊണ്ടിരിക്കുന്നതും ഉൾക്കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്ന എന്നെ തന്നെ ഞെട്ടിച്ചുകൊണ്ടാണ് നാഗിനിയുടെ തിരോധാനം സംഭവിച്ചത്. നാഗിനിയെ ആരാണോ പിടിച്ചു വച്ചിരിക്കുന്നത് അവർക്ക് എന്നെക്കാളും നാഗശക്തി കൂടുതലാണ്. അങ്ങനെ ബലമായൊരു ശക്തി ഉള്ളതുകൊണ്ട് അവർ ദുഷ്ടശക്തിയാണോ എന്ന സംശയമുണ്ട്. അങ്ങനെ അല്ലെങ്കിൽ അതൊരു ദുഷ്ടശക്തിയുടെ സ്വരൂപമായിരിക്കും. ആരായിരിക്കും അത്? നാഗരാജാവും നാഗറാണി സ്വന്തം പുത്രനെ നഷ്ടപ്പെട്ട നരകയാതന അനുഭവിച്ചിരിക്കുകയാണിപ്പോൾ. ഇനി വരാൻ പോകുന്ന മരുമകനും
ഇപ്പോൾ ജീവൻ മരണ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തന്റെ ഭക്തയെ രക്ഷിക്കുന്നതിന് വേണ്ടി തങ്ങളുടെ മകൾ ജീവത്യാഗം ചെയ്യാൻ വരെ തയ്യാറായതാണെന്ന് വിഷമിച്ചിരിക്കുകയാണ്. ഈ ഒരവസ്ഥയില് സ്വന്തം മകളെ ആരോ പിടിച്ചു വച്ചിരിക്കുകയാണെന്ന കാര്യമറിഞ്ഞാൽ ആ മാതാപിതാക്കൾക്ക് സഹിക്കാൻ കഴിയില്ല. എന്നാലിപ്പോ നാഗിനിയെക്കുറിച്ചുള്ള കാര്യം പറയാമെന്ന് വിചാരിച്ചാൽ അവരിപ്പോ മഹാദേവനെ പൂജിക്കുന്ന തിരക്കില. അങ്ങനെയുള്ളപ്പോ ഞാൻ എങ്ങനെയാ പറയുക? നാഗിനിയെ തട്ടിക്കൊണ്ടുപോയവർ അവളെ എന്തുമാത്രം ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്നറിയില്ലല്ലോ. നാഗിനി എവിടെയാണുള്ളതെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? നാഗിനിയെ എങ്ങനെ രക്ഷിക്കും? ഗുരുദേവന്റെ സ്ഥാനത്തിരുന്നിട്ട് കൂടി എന്നെക്കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ. നീ എവിടെയാണ് നാഗിനി? എവിടെയാണ്? നിന്നെ ഈ അവസ്ഥയിൽ കാണാൻ കഴിയുന്നില്ല അർജുൻ. ദയവായി എഴുന്നേൽക്ക്, എഴുന്നേൽക്ക്. അർജുൻ, ഇത് ഞാനാ ഭവാനി. കണ്ണു തുറന്നൊന്ന് നോക്ക് അർജുൻ. ആർക്കും എന്നെ മനസ്സിലാവാത്ത രീതിയിൽ അവൾ എന്നെ ഒരു പാവയാക്കി മാറ്റിയിരിക്കുക. ഞാൻ പറയുന്നതും ആർക്കും കേൾക്കാത്ത രീതിയിൽ എന്നെ മാറ്റിയിരിക്കുക. മുത്തശ്ശി, അർജുന് ബോധം തെളിഞ്ഞു. മോനെ മോനെ, മോനെ അർജുൻ, അർജുൻ അർജുൻ മോനെ, മോനെ മുത്തശ്ശി, മരിച്ചു പോകുമെന്ന് വിചാരിച്ചവൻ ഇപ്പൊ ജീവനോടെ വന്നോ? ഒരു തവണ എന്നെ ഒന്ന് നോക്ക് അർജുൻ. അർജുൻ അർജുൻ, മുത്തശ്ശി, മോനെ അർജുൻ. ഞാനിങ്ങനെ ഇവിടെ വന്നേ? വീട്ടിൽ നീ ബോധം കെട്ട് വീണതാ. പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോ പാമ്പ് കൊത്തി ശരീരം മുഴുവൻ വിഷം കയറിയെന്ന് ഡോക്ടർ പറഞ്ഞു. പാമ്പോ? എന്നെ എപ്പോഴാ പാമ്പ് കടിച്ചത്? അങ്ങനെ കടിച്ചിട്ടുണ്ട്? അപ്പോ പിന്നെ ആരോ വേണോന്ന് വെച്ചിട്ട് എന്റെ ദേഹത്ത് പോയിസൺ ഇഞ്ചക്ട് ചെയ്തിരിക്കുക. വിഷം തലച്ചോറിനെ ബാധിച്ചെന്നും ഇനി ജീവൻ തിരിച്ചു കിട്ടാൻ ബുദ്ധിമുട്ടാണെന്നോ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞത്. എന്നാ ദൈവം അയച്ചതുപോലെ ഏതോ ഒരു പെണ്ണ് വന്ന് അവൾ എന്തൊക്കെയോ വൈദ്യമൊക്കെ ചെയ്ത് നിന്നെ രക്ഷിച്ചതാ. ഭവാനി എവിടെ? മുത്തശ്ശി, ഭവാനി എവിടെയാ? ഭവാനി ഭവാനി ഇപ്പോഴാ അവന് ബോധം തെളിഞ്ഞത്. ഭവാനിയെ കിഡ്നാപ്പ് ചെയ്തോണ്ട് പോയി എന്നറിഞ്ഞാ ഇനിയും പ്രശ്നം വഷളാകും. അളിയാ, ഭവാനി എവിടെ? ഭവാനി വീട്ടിലുണ്ട്. ഞാൻ ഇവിടെ തന്നെ ഉണ്ട് അർജുൻ. എന്നെ ഒന്ന് നോക്ക്.
ഒന്ന് തിരിഞ്ഞു നോക്ക് അർജുൻ. അമ്മയും ഭവാനിയും എന്റെ കാര്യം ഓർത്ത് വിഷമിക്കുന്നുണ്ടാവും. നിങ്ങളെല്ലാം വാ, നമുക്ക് വീട്ടിലോട്ട് പോവാം. വാ മുത്തശ്ശി. ഇങ്ങോട്ട് നോക്കുമോനെ, നമുക്കാർക്കും ഈ റൂം വിട്ട് വെളിയിൽ പോകാൻ കഴിയില്ല. എന്താ മുത്തശ്ശി, ഈ റൂം വിട്ട് വെളിയിൽ പോകാൻ പാടില്ലെന്നോ? നിനക്ക് ചികിത്സ നടത്തിയ പെണ്ണ് അങ്ങനെയാണോ? അയാളെന്തിനാ എന്നെ കല്യാണം കഴിക്കണമെന്ന് പറയുന്നത്? കല്യാണം കഴിച്ചില്ലെങ്കിൽ കൊല്ലൂന്നൊക്കെ പറയേണ്ട ആവശ്യം എന്താ? അതാ മോനെ ഞങ്ങൾക്കാർക്കും മനസ്സിലാവാത്തെ. അതൊക്കെ പോട്ടെ, ശരിക്കും അവരാരാണ്? അതാരാണെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല അർജുൻ. ഇതിനു മുൻപ് ഞങ്ങൾ ആരും എങ്ങും കണ്ടിട്ടുമില്ല. എന്തോ ഇതൊക്കെ ആരോ വേണോന്ന് വെച്ച് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നുന്നത്. നമ്മളങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വാ മുത്തശ്ശി, നമുക്ക് പോവാം. വേണ്ട, പറയുന്ന കേക്ക് മോനെ. ആ പെണ്ണ് വാ ചിലപ്പോ- മുത്തശ്ശി, ഒന്നും സംഭവിക്കില്ല, ഞാനല്ലേ പറയുന്നത്. അർജുൻ, അർജുൻ, ഒന്ന് നിൽക്ക്. അർജുൻ. അർജുൻ, അർജുൻ. ഞങ്ങളാരും പുറത്തു പോകാൻ പറ്റാത്ത രീതിയിൽ അവർ ആ ഭാഗത്തായിട്ട് ചക്രബന്ധം ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോ ഇവിടെ വന്ന സ്ത്രീ ഒരു സാധാരണക്കാരിയല്ല. അവർക്കെന്തോ ഒരു പ്രത്യേകതരം ശക്തിയുണ്ട്. അതെ അളിയ, അവള് ശക്തിശാലി ആയതുകൊണ്ടാണ് ഡോക്ടറെ കൊണ്ട് പോലും രക്ഷിക്കാൻ കഴിയാത്ത നിന്നെ അവളുടെ ശക്തി കൊണ്ട് രക്ഷിക്കാൻ കഴിഞ്ഞത്. നമ്മളാർക്കും പുറത്തു പോകാൻ പറ്റാത്ത രീതിയിൽ ബന്ധനം ഉണ്ടാക്കിയിരിക്കുക. അത് മാത്രമല്ല അളിയ, നമ്മുടെ ഭവാനിയെയും അവരെ കടത്തിക്കൊണ്ട് പോയിരിക്കുക. അളിയ, അവനെന്തിനാ ഭവാനിയെ കൊണ്ടുപോയത്? അവര് ഭവാനി എങ്ങോട്ട് കൊണ്ടുപോയെന്നും അറിയില്ല അല്ലേ? അറിയില്ല അളിയ, ആ കാര്യം അറിയണമെങ്കിൽ ഞങ്ങൾ ഇതിന് പുറത്തിറങ്ങിയല്ലേ പറ്റത്തുള്ളൂ. ഞാൻ ഇവിടെയുണ്ട് അർജുൻ. നിന്റെ തൊട്ടടുത്ത് തന്നെയുണ്ട്. എന്നെ ഒന്ന് നോക്ക് അർജുൻ. ആരായിരിക്കും ആ സ്ത്രീ? എന്തിനാ എന്നെ കല്യാണം കഴിക്കാൻ വേണ്ടി നടക്കുന്നത്? ഭവാനി ഇപ്പൊ എവിടെയാണോ എന്തോ. ഞാൻ ഇവിടെ തന്നെയുണ്ട് അർജുൻ. ഭവാനി എവിടെയാണെന്നൊരു പിടിയും കിട്ടുന്നില്ല.
ഞാൻ ആഗ്രഹിച്ച ആളോടൊപ്പം നാളെ എന്റെ കല്യാണോ. മഞ്ഞു മൂടും മന്ദാരം തെന്നൽ മൂളും കിന്നാരം ചാഞ്ചാടും മൗനരാഗം മെല്ലെ മെല്ലെ തൊട്ടുണർത്തും ആ സുഗന്ധം തെന്നലിൻ നിശ്വാസമാകും ആർദ്ര നിമിഷം മന്ദാരം കാറ്റിനെ പ്രണയിച്ചതോ കാറ്റേ നീ പൂവിനെ പ്രണയിച്ചതോ മന്ദാരം കാറ്റിനെ പ്രണയിച്ചതോ കാറ്റേ നീ പൂവിനെ പ്രണയിച്ചതോ ധീരനാധീ സ്വന്തം കാമുകനെ നീ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണോ? മഴ പെയ്ത നേരം മലർ പൂത്ത നേരം മധുവായി നിറഞ്ഞൊരു സ്നേഹ സംഗീതം ഈ നിലാവിൽ നിന്റെ ചന്തം നോക്കി നിന്നൊരു ചന്ദ്രനും മഞ്ചലിൽ വെൺപ്രാവ് പോൽ ഞാൻ നിനക്ക് വേണ്ടി ഇവിടെ വരെ വന്നപ്പോ മുഖവും തിരിച്ച് നാണത്താൽ ഇങ്ങനെ നിന്നാ ഞാൻ എന്താ ചെയ്യാ? മന്ദാരം കാറ്റിനെ പ്രണയിച്ചതോ കാറ്റേ നീ പൂവിനെ പ്രണയിച്ചതോ മഞ്ഞു മൂടും മന്ദാരം തെന്നൽ മൂളും കിന്നാരം ചാഞ്ചാടും മൗനരാഗം മെല്ലെ നീ കൊണ്ടുവരുന്ന സ്വപ്നങ്ങളെ സത്യാക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോ വന്നത്. ശരിക്കും ശ്വാസമാകും ആർദ്ര നിമിഷം മന്ദാരം കാറ്റിനെ പ്രണയിച്ചതോ കാറ്റേ നീ പൂവിനെ പ്രണയിച്ചതോ മന്ദാരം കാറ്റിനെ പ്രണയിച്ചതോ കാറ്റേ നീ പൂവിനെ പ്രണയിച്ചതോ. നിന്റെ നെഞ്ചിൽ ഇങ്ങനെ തലചായ്ച്ചു വെക്കുമ്പോ മറ്റെല്ലാം ഞാൻ മറന്നു പോകുന്നു. എന്റെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഇനി നിന്റേത് കൂടിയാണ്. ഈ ഒരു നിമിഷത്തിന് വേണ്ടിയായിരുന്നു ഇത്രയും നാളും ഞാൻ പ്രതീക്ഷയോടെ കാത്തിരുന്നത്. കഴിഞ്ഞ 7 ജന്മമായിട്ട് നിന്നെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കണമെന്ന് സ്വപ്നം കണ്ടുകൊണ്ടേയിരിക്കുമായിരുന്നു. പക്ഷെ എന്റെ സ്വപ്നം പൂവണിയാൻ കഴിയാതെ പോയി. പക്ഷെ എന്റെ ഈ ജന്മത്തിൽ നിന്നെ സ്വന്തമാക്കാതെ മറ്റൊന്നിലേക്കും ഞാനില്ല. നാളെ നിന്നെ വിവാഹം ചെയ്ത് നിന്റെ ഭാര്യയാകാൻ പോവുകയാണ്. എന്റെ ഈ തീരുമാനത്തെ ആർക്കും തടയാൻ സാധിക്കില്ല. ആര് തടയാൻ ശ്രമിച്ചാലും അവരോട് ക്ഷമിക്കുകയില്ല, അവരെ ജീവിക്കാനും അനുവദിക്കില്ല.
എന്താ സംഭവിക്കുന്നതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല അളിയ. എനിക്കിതുപോലെ സംഭവിക്കുമെന്ന് ഞാൻ എന്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് വീരഭദ്രനെ അറിയിക്കാനായിട്ടാ ഞാനിവിടെ വന്നത്. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഇങ്ങോട്ടേക്ക് വരില്ലായിരുന്നു. എന്റെയും ഭവാനിയുടെയും കല്യാണം നടക്കുന്ന നാഗദേവത ഉറപ്പിച്ച് പറഞ്ഞതാ. മുഹൂർത്ത നേരത്തെ എന്നെ താലിയും കൊണ്ടുവന്ന് തന്ന് ഞങ്ങളുടെ കല്യാണം നടത്തി വെക്കുന്ന ഞങ്ങൾക്ക് വാക്ക് തന്നതാ. മുത്തശ്ശി, എന്നിട്ടും ഇതെന്താ ഇങ്ങനെ? അതാ മോനെ എനിക്കും മനസ്സിലാകാത്തത്. ഭവാനി എവിടെയാണെന്ന് അറിയാൻ വേണ്ടി ഒന്ന് പുറത്തു പോലും പോകാൻ സാധിക്കുന്നില്ല. ഭവാനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതെനിക്ക് താങ്ങാൻ പറ്റില്ല. എനിക്ക് താങ്ങാൻ പറ്റില്ല മുത്തശ്ശി. നീ എന്നെ ആലോചിച്ച് എത്രമാത്രം വേദനിക്കുന്നുവോ അത്രമാത്രം തന്നെ ഞാനും വേദനിക്കുന്നുണ്ട് അർജുൻ. പക്ഷേ ഞാനാണ് നിന്റെ ഭവാനി എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥയില്ല. മനുഷ്യന്റെ രൂപം പ്രാപിച്ചു വന്നത് പാമ്പാണെന്ന് എനിക്ക് ഇവരോട് പറയാൻ കഴിയുന്നില്ലല്ലോ. ഞാൻ ഇനി എങ്ങനെ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കും? നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഇവിടെ എല്ലാവരും ടെൻഷൻ അടിച്ചിരിക്കുക. അപ്പോഴയാളുടെ ഒരു ആക്ഷൻ. കുറച്ചു നേരം ഒന്ന് സൈലന്റ് ആയിട്ടിരിക്കാൻ പറ്റുമോ ചേട്ടാ? ഒന്ന് മിണ്ടാതിരിക്കേ. ഇതെന്തൊരു പരീക്ഷണോ ശിവനെ. ഞങ്ങളെ എങ്ങനെയെങ്കിലും രക്ഷിക്കൂ ശിവനെ.